ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ഞാൻ ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എന്റെ വീഡിയോസ് നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇതിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾ കാണാം. കാരണം ഷംസി ഫോർ ടെക്കിൽ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അതാണ് ഈ ഒരു ചാനലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഞാൻ വീഡിയോ അധികം ഞാൻ പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗൈസ്, ആദ്യത്തെ ടെക് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാലോ. ആദ്യത്തെ ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് പോക്കോന്റെയും ഷ്യോമിന്റെയും ഒരു പുതിയ മോഡല് ലോഞ്ച് ചെയ്യാൻ പോവാണ്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉള്ള ഒരു ബ്രാൻഡാണ്, സബ് ബ്രാൻഡും കൂടിയാണ്. അത് മാത്രമല്ല, അത് റീബ്രാൻഡിങ്ങിലും വരാൻ പോകുന്നത്. രണ്ടിനും ഒരേ സ്പെക്കാണ് വരാൻ പോകുന്നത്. പോക്കോന്റെ M7 പ്ലസിനും റെഡ്മിയുടെ നോട്ട് 15 5Gക്കും ഒരേ സ്പെക്കാണ് വരാൻ പോകുന്നത്. അത് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമില്ല, മിക്ക ആൾക്കാർക്കും അറിയാം. എന്നാൽ സ്പെക്കിന്റെ കാര്യത്തിലേക്ക് രണ്ടിലേക്ക് വരുമ്പോൾ ഒറ്റ സ്പെക്കായിട്ടാണ് ഞാൻ ഈ അവതരണത്തിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ സ്പെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6.9 ഫുൾ HD പ്ലസ് ആണ് ഈ ഡിസ്പ്ലേ വരാൻ പോകുന്നത് രണ്ടിലൂട്ട. പിന്നെ അതും പോരാണ്ട് 144 ഹേർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 288 ഹേർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 7000 mAh ബാറ്ററി, 33 വാട്ട്സിന്റെ ചാർജറാണ് ഇതിൽ വരാൻ പോകുന്നത്. അതും പോരാണ്ട് 18 വാട്ട്സിന്റെ റിവേഴ്സ് ചാർജിങ് സപ്പോർട്ട്. അതായത് നമ്മുടെ പോക്കോ M7 പ്ലസ് അല്ലെങ്കിൽ റെഡ്മി നോട്ട് 15 വെച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഫോണുകൾ കേബിൾ മുഖേന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും. അതാണ് റിവേഴ്സ് വയർഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇത് പഴയ ടെക്നോളജി ആണെങ്കിലും അത് പുതിയ ഫോൺസിൽ കമ്പാറ്റബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഒരു വലിയൊരു ഹൈലൈറ്റും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെറ്റ് ടെക്നോളജി അടക്കം വരാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മളെ കയ്യിൽ ചെറിയ ചെളി അല്ലെങ്കിൽ ചേറുകള്, ഈവൻ നമ്മുടെ കയ്യിൽ വെള്ളത്തുള്ളികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ലോക്ക് തുറക്കാനും ഡിസ്പ്ലേ സ്ക്രോൾ ചെയ്യാനുള്ള ടെക്നോളജിയാണ് ഈ വെറ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ ടെക്നോളജി നമ്മുടെ റെഡ്മി നോട്ട് 15ലും പോക്കോയുടെ M7 പ്ലസിലും ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോക്കോ M7 പ്ലസിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ഡിസൈൻ. അതാണ് എനിക്ക് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. സ്റ്റണ്ണിങ് ഡിസൈൻ. ഒരു A56ന്റെ ഒക്കെ ഒരു ലുക്കുണ്ട്. പിന്നെ ഒരു ഡുവൽ ടോൺ കളർ ടെക്നോളജിയും കൂടെയാണ് ഇതിൽ ഇറക്കിക്കുന്നത്. നിങ്ങളൊന്ന് കാണാം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെടും. എനിക്ക് എന്താ ഇഷ്ടപ്പെട്ടിട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. പുതിയൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പുതിയ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ iPhone 17 പ്രോന് ഇനി 128 GB സ്റ്റോറേജ് വെച്ചിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം 256 GB വെച്ചിട്ടാണ് റിലീസ് ചെയ്യുന്നതാണ് പറയണത്. നല്ലൊരു കാര്യമാണ്, നല്ലൊരു തീരുമാനമാണ് ഐഫോൺ ഏറ്റെടുത്തത്. വളരെ സന്തോഷമുണ്ട്. സാംസങ്ങിന്റെ ഒരു പുതിയ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സാംസങ് 2026 പുതിയ പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് സ്വന്തമായിട്ട് ഒരു സ്മാർട്ട് ഗ്ലാസ് റിലീസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ റേബന്റെ മെറ്റ AI ഗ്ലാസ് പോലത്തെ ഒരു ഫീച്ചർ ഉള്ള ഒരു സ്മാർട്ട് ഗ്ലാസ് 2026 റിലീസ് ചെയ്യാൻ പോകുന്നു. ആ ഒരു പ്രൊജക്ടിന്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഹാൻ എന്നാണ് ആ ഒരു പ്രൊജക്ടിന്റെ പേര്. അത് കൊറിയയിലാണ് അതിന്റെ ലോഞ്ചിങ് നടക്കാൻ പോകുന്നത്. 2026 അതിന്റെ ലോഞ്ചിങ്. പിന്നെ അതും പോരാണ്ട് XRന്റെ ലോഞ്ചിങ്ങും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോകളിൽ XRനെ കുറിച്ചിട്ട് കുറച്ച് വിശദീകരണങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതേ പ്രൊജക്ട് തന്നെ അതേ സമയത്ത് തന്നെ ഇപ്പൊ സ്മാർട്ട് ഗ്ലാസിനും സാംസങ് ചെയ്യാൻ പോവാണ് വിത്ത് AI ഫങ്ഷനാലിറ്റി. ഇതിൽ കോളിംഗ്, മ്യൂസിക് കാര്യങ്ങളൊക്കെ നമുക്ക്
ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്ലാസ് ആണ്. ഇപ്പോ ഇനി 2026 മുതൽ AI കാലഘട്ടങ്ങളിലേക്ക് കൂടുതൽ വ്യാപനം നടക്കാൻ പോകുന്നു. ഗൂഗിൾ പിക്സലിന്റെ 10 Pro ഫോൾഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെടാത്ത 2-3 കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാം. ചിലപ്പോൾ അതിൽ 1 പെടാം, ചിലപ്പോൾ 2 പെടാം, ചിലപ്പോൾ 3 പെടാം. അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. അതിന് മുന്നേ നമുക്ക് ഡിസൈനും കാര്യങ്ങളും വലിയ മാറ്റങ്ങളൊന്നും അവര് കൊടുത്തിട്ടില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ പറയാനുള്ളത്. പിന്നെ ഹാർഡ്വെയറിന്റെ കാര്യത്തിൽ വരുമ്പോ എനിക്ക് ഇച്ചിരി ശോകമായിട്ട് ഫീൽ ചെയ്ത് അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. ഇനി നമുക്ക് സ്പെക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇത് ഗൂഗിൾ ടെൻസറിന്റെ 5th ജനറേഷൻ ചിപ്സെറ്റ് ആണ് വരാൻ പോകുന്നത്. പക്ഷെ ഇതിനൊരു സംശയം എനിക്കുണ്ട് ട്ടാ. ഇത് സാംസങ്ങിന്റെ ചിപ്സെറ്റ് ആണോ അത് അല്ലെങ്കിൽ TCMC എന്ന് പറയുന്ന കമ്പനിയുടെ ചിപ്സെറ്റ് ആണോ ലോഞ്ച് ചെയ്യണമെന്നുള്ളത്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ആണ് വരുന്നത്. ഇന്നർ സ്ക്രീനിൽ LTPO ഡിസ്പ്ലേ ആണ്. അഡാപ്റ്റീവ് റിഫ്രഷിംഗ് റേറ്റ് ആണ്. 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ കവർ സ്ക്രീനില് LTPS ഡിസ്പ്ലേ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് 60 ഹെർട്സ് ടു 120 ഹെർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. അത് ഞാൻ ലാസ്റ്റിൽ അതിലൊരു പോരായ്മ ഞാൻ വീണ്ടും പറയാൻ നിൽക്കുന്നില്ല. പിന്നെ ഇത് ബാറ്ററി 5015 mAh ബാറ്ററി 30 വാട്ട്സിന്റെ ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. പിന്നെ 15 വാട്ട്സിന്റെ വയർലെസ് കീ i2 ടെക്നോളജി ചാർജിങ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. ബാക്കി സ്പെക്കിലേക്ക് വരുമ്പോ LPDDRന്റെ 5x റാം, 16GB റാം, UFS 4.0 അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. അതൊക്കെ ടോപ്പ് ഓഫ് ദ നോച്ചാണ്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണെങ്കിൽ 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സെക്യൂരിറ്റി പാച്ചസും കൊടുക്കുന്നുണ്ട്. അതൊക്കെ ടോപ്പ് ഓഫ് ദ നോച്ചാണ്. പിന്നെ OLEDന്റെ ഡിസ്പ്ലേന് 8 ഇഞ്ച് OLED ആണ് ഇന്റർ ഡിസ്പ്ലേ വരുന്നത്. കവർ ഡിസ്പ്ലേ വരുന്നത് 6.5 OLED ആണ്. അതും LTPS ഡിസ്പ്ലേ വരുന്നത്. പോരായ്മ എവിടെയാണെന്ന് പറയും. ഇതിന്റെ പ്രോസസിംഗ് സ്പീഡ് അതൊരു വലിയൊരു പോരായ്മ. 3.1 GHz ക്ലോക്കിംഗ് സ്പീഡ് വെച്ചിട്ട് യവന്മാര് എന്ത് ക്നാപ്പിനാണാവോ ഇവരുണ്ടാക്കിക്കണത്. അതൊന്ന്. രണ്ടാമത് 5015 mAh ബാറ്ററി ആണെങ്കിലും 30 വാട്ട്സിന്റെ ചാർജർ. എന്ത് കോപ്പിനാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഫോണ്? അറ്റ്ലീസ്റ്റ് ഒരു 45 അല്ലെങ്കിൽ ഒരു 65 വാട്ട്സോ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ് എന്ന് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ അത് നിങ്ങൾ തച്ചുടച്ചു. പിന്നെ കവർ സ്ക്രീൻ 6.5 ഇഞ്ച് OLED ഡിസ്പ്ലേ. അതും നിങ്ങൾ LTPS ആണ് കൊടുത്തിരിക്കുന്നത് 60 to 120. അതിന് പകരം സ്ട്രേറ്റ് 120 LTPO ഡിസ്പ്ലേ ആണ് കൊടുത്തിരുന്നെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ആയിരുന്നു. പക്ഷെ അല്ല. ഹാർഡ്വെയർ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 3-4 കാര്യങ്ങളിൽ ഹാർഡ്വെയറിന്റെ കാര്യത്തിൽ വളരെ പിന്നാക്കെയാണ്. പക്ഷെ സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ വരുമ്പോൾ ടോപ്പ് ഓഫ് ദ നച്ച് എന്ന് നിങ്ങളോട് പറയാനുള്ളത്. ചാർജിങ് സ്പീഡ് 30 വാട്ട്സ് കൊടുത്തത് വളരെ ശോകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ക്യാമറ പറയേണ്ട കാര്യമില്ല, അത് വേറെ ലെവല് സാധനമാണ് ക്യാമറ. പക്ഷെ ഹാർഡ്വെയർ ഞാൻ ഈ പറഞ്ഞ 3-4 കാര്യങ്ങള് വളരെ ശോകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ പറ്റൂട്ട. ഈ ഗൂഗിൾ പിക്സലിന്റെ ഫോൾഡ് 10 പ്രോന് ഇതിനൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഇതിൽ ബൈപാസ് ചാർജിങ് ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഇതൊരു വലിയൊരു ഇംപ്രൂവ്മെന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബൈപാസ് ടെക്നോളജി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് ബാറ്ററിയിലേക്ക് ചാർജ് പോകുന്നതിന് പകരം നമുക്ക് നേരെ മദർ ബോർഡിലേക്ക് പവർ സപ്ലൈ കൊടുത്തിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ഇതിപ്പോ നമ്മുടെ OnePlusനും അതേപോലെ തന്നെ റിയൽമിയുടെ ഫോൺസിനൊക്കെ ഈ ഒരു ടെക്നോളജി ഉണ്ട്. ആ ടെക്നോളജി ഇപ്പൊ അവര് ഈ ഗൂഗിൾ പിക്സൽ 10 Pro ഫോൾഡിനും ഇവരിത് ഇംപ്ലിമെന്റ് ചെയ്ത കാര്യത്തില് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടുട്ടോ.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് വീണ്ടും കമന്റ് ഒന്ന് രേഖപ്പെടുത്താം. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് നമുക്ക് ഇടുന്നതാണ്. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് ഞാൻ പറയാൻ പോകുന്നത് സാംസങ്ങിന്റെ ഒരു പുതിയ ഒരു TV കൊറിയയില് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മൈക്രോ LED RGB TV ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. 115 ഇഞ്ചിന്റെ TV ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ മൈക്രോ RGB LED ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതില് 100 മീറ്റർ മൈക്രോ RGB ലൈറ്റ് വെച്ചിട്ടാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലൂ ഇൻഡിവിജ്വലി ലൈറ്റിനെ കൺട്രോൾ ചെയ്യും. അതായത് രമണ, നിങ്ങളോട് പറയാനുള്ളത് റെഡിനെ കൺട്രോൾ ചെയ്യും, ഗ്രീനിനെ കൺട്രോൾ ചെയ്യും, ബ്ലൂവിനെ കൺട്രോൾ ചെയ്യും. എല്ലാ കണ്ടീഷൻസുകളിലും ഇതിന്റെ കോൺട്രാസ്റ്റ് കൂട്ടാൻ പോവുകയാണ്. മനസ്സിലായ? കളർ കോൺട്രാസ്റ്റ് കൂട്ടുകയാണ്. അതാണ് ഈ RGB മൈക്രോ LED പ്രത്യേകത. പിന്നെ അതും പോരാണ്ട് ബൂസ്റ്റ് പ്രോ എന്ന് പറയുന്ന ഒരു AI ടെക്നോളജി കൂടി ഉണ്ട്. അതായത് ഈവൻ ഡൾ സിറ്റുവേഷൻസ് ഉള്ള വീഡിയോകള് റെസൊല്യൂഷൻസ് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഹൈ കോൺട്രാസ്റ്റ് ലെവലിലുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഈ ഒരു TV സമ്മാനിക്കാൻ പോകുന്നത്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ടൈസണിന്റെ OS ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. സാംസങ് കൊടുക്കുന്നത് ടൈസന്റെ OS സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കൊടുക്കുന്നത്. അതും 7 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. അതും പോരാണ്ട് AI ഫീച്ചേഴ്സും TVന്റെ ഉള്ളില് ഉണ്ടാവും. പിന്നെ അതും പോരാണ്ട് സാംസങ്ങിന്റെ നോക്സ് അടക്കം TVന്റെ ഉള്ളിൽ ഉണ്ട്. ഇപ്പൊ ഈ ഒരു TV എന്ന് പറയുന്നത് ഒരു അട്ടാറ് ലെവൽ സാധനമാണ്. പിന്നെ അതും പോരാണ്ട് ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ TVക്ക് ഈവൻ ഹൈ കണ്ടീഷൻസിൽ ഈ TV ഓൺ ആക്കണമെങ്കിൽ ആന്റി ഗ്ലെയർ ടെക്നോളജി കൂടെ ഇതിൽ കൊടുക്കാൻ പോകും ഈ RGB മൈക്രോ LED TVക്ക്. ഇൻ ജനറൽ ആയിട്ട് പറയാനുള്ളത് ഇതൊരു പുതിയ ഒരു പെർസ്പെക്റ്റീവ് ടെക്നോളജിയാണ് ഇപ്പൊ സാംസങ് ലോഞ്ച് ചെയ്യണത്. ഇപ്പൊ എന്തായാലും താൽക്കാലികമായിട്ട് ഇതിപ്പോ കൊറിയയിൽ ഫസ്റ്റ് ലോഞ്ച് ചെയ്യും, അതിനുശേഷം ഇത് അമേരിക്കയില് ലോഞ്ച് ചെയ്യും, അതിനുശേഷം പിന്നെ നമ്മുടെ മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ മഹാരാജ്യത്തും ഈ ഒരു സാധനം ലോഞ്ച് ചെയ്യും. ഇതൊരു പുതിയൊരു ടെക്നോളജിയാണ്. ഇനി മിനി ലെഡിനൊക്കെ എടുത്തിട്ട് ഒഴിവാക്കാൻ പോവാണ്. ഇപ്പൊ നിലവില് മിനി ലെഡാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ വില കൂടിയ TV. OLEDനാണ് ഏറ്റവും കൂടുതലും കളർ പ്രിഫറൻസ് ഞാൻ കൊടുക്കണെങ്കിലും മിനി ലെഡിനാണ് ഏറ്റവും കൂടുതൽ വില ഉള്ളത്. അതിനെക്കാട്ട വില ഇപ്പൊ അതാ ഈ മൈക്രോ RGB LED TVക്ക് വരാൻ പോകും. ഇത് മിനി ലെഡിനെ ശരിക്കും ഇടിച്ച് പരിപ്പാക്കുന്ന രീതിയിലാണ് ഈ TV ഇപ്പൊ വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് വരും, കണ്ടറിയാം ഈ TV എങ്ങനെയുണ്ട്. പിന്നെ 120 ഹേർട്സിന്റെ റിഫ്രഷിംഗ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ HDMI 2.1 ഉണ്ട്. ഇത് സ്ട്രൈറ്റ് ഇറങ്ങുന്നത് 115 ഇഞ്ചിന്റെ മോഡലിലാണ് ഈ TV ഇറങ്ങുമ്പോൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ. Gliding with the radar.